ഗണേശോത്സവം ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവളുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇല്ലേ പ്രീമോൾ നല്ല ട്രഡീഷണൽ ഡ്രസ്സിൽ ഉടുപ്പയിട്ടുകൾ വേറെ പറ്റില്ല. എന്താ വരാത്ത ഉണ്ട് 4 ഞങ്ങളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. ഇവരുടെ മോദക് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, മോദക്. അതൊക്കെ വാങ്ങിയതാ. നമ്മൾ ട്രെയിൻ കയറാൻ വേണ്ടി പോവുകയാണ്. വഡാല സ്റ്റേഷനിൽ പോകണം. വഡാല റൂട്ടിലേക്ക് പോകണം. അവിടെ പോകണം. എങ്ങോട്ടാ പോകാൻ പറഞ്ഞ? നമ്മളങ്ങനെ വഡാല സ്റ്റേഷനിലെത്തി. അവളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളപ്പം അങ്ങോട്ടേക്ക് പോകാം. ഞങ്ങളെ കൂട്ടാതെ നാളെ കാണാണ്ട് ഞങ്ങളിത് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഒന്നും മനസ്സിലാവില്ല. ആദ്യമായിട്ട് സ്റ്റേഷനിൽ വരും. ഇതാണ് ആള്. ഇതിവിടെ മാർക്കറ്റും കൂടെ ഉണ്ട്. നമ്മൾ അവളുടെ പച്ചപ്പൂ ഹരിതാപ്പൂ നടന്ന് ഒരുപാട് എത്തി. ഓ അവസാനം റോട്ടിലെത്തി. ഉള്ളോട്ട് പോകണം തോന്നില്ലടി. അങ്ങനെ ഇവിടെ എത്തി. ഇത് അപേക്ഷ ഇങ്ങനെ കുട്ടി റൂമാട്ടോ. ഇവിടെ ഫുൾ ഇങ്ങനെ തന്നെയാ മൊത്തത്തില് പൂജാ റൂം. മഹാരാഷ്ട്രയിൽ വന്നിട്ട് അറിയാത്തൊരു മ്യൂസിക്കിന് വേണ്ടി ഡാൻസ് കളിച്ചത്. നമുക്ക് അറിഞ്ഞൂടെ സംഭവം ഒന്നും. ഇവർക്ക് ഈ മ്യൂസിക് മാത്രമേ ഉള്ളൂ, വേറെ പാട്ടുകളൊന്നുമില്ല. ഇവർ തന്നെ പാട്ട് പാടും. ആ മ്യൂസിക്കിൻ്റെ പാട്ട് ഏതാണെന്ന് വെച്ചാൽ അതാ പാടും. എന്നിട്ട് ഇവർ തന്നെ ഡാൻസ് കളിക്കും. നല്ല രസമായിട്ട് ഇവരുടെ ഡാൻസ് കളിക്കും. ഇവരുടെ സ്റ്റെപ്പ് ഒരു വേറെ തന്നെ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ടാവും. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ വഴങ്ങുന്നില്ല ഇങ്ങോട്ടേക്കൊക്കെ. ഗണേശോത്സവം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷമാണ് കേട്ടോ. ഒരു 2 ആഴ്ച 3 ആഴ്ചത്തെ ആഘോഷമാണ്. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഗണപതിനെ ഇങ്ങനെ പാട്ടൊക്കെ പാടി ആഘോഷമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിരിക്കും. അതാണ് ഇന്നത്തെ പരിപാടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ മോദകമൊക്കെ കഴിക്കും. മോദകം ഗണപതിക്കും കൊടുക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഗണപതിനെ എന്തൊക്കെ പരിപാടികളുണ്ട്. എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ എന്തൊക്കെയാണ് പരിപാടികൾ എന്താകും. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ആഘോഷമൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്കിതൊക്കെ ഭയങ്കര വെറൈറ്റി ആയിട്ടാണ് തോന്നിയത്. കഴിഞ്ഞ കൊല്ലം ഞാൻ കണ്ടായിരുന്നു, പക്ഷെ അന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആ കാണുന്ന ഗണപതിനെ ഇങ്ങനെ പാട്ടൊക്കെ പാടി ആഘോഷമൊക്കെ ആയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിരിക്കും. അത് വീഡിയോയുടെ അവസാനം, നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക, എന്നാലും ഇതൊക്കെ കാണാൻ വേണ്ടി പറ്റുള്ളൂ. मम्मी ये क्या था? श्रीखंड എന്തോ പേര് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. अपेक्षा क्या था? श्रीखंड मतलब स्वीट भी है, थोड़ा मैंगो का है, मैंने सोचा बटर है. നല്ല രസമുണ്ടല്ലേ? പക്ഷെ പുളി മധുരമൊക്കെ ആയിട്ട് രസമുണ്ട്. मैंगो फ्लेवर है. പോവാ നമ്മള്. അങ്ങനെ നമ്മൾ പോവുകയാണ്. ഫുഡൊക്കെ കഴിച്ച് പരിപാടി കഴിച്ചില്ല കേട്ടോ. ഒരു പൂജ കൂടെ ഉണ്ട്. അപ്പോൾ അതൊന്നും നിൽക്കാതെ നേരല്ല. അപ്പോൾ നമ്മൾ പോവുക അവിടുന്ന്. ലേറ്റായി. ഇവിടെ വാ. ഇവിടെ സേ ബൈ ടു ബൈ.
See you tomorrow. अल्लाह डू सब्सक्राइब अरे तूने बोला ना नहीं नहीं तुम भी बोलो डू लाइक शेयर सब्सक्राइब